ഹലോ, ഇന്നത്തെ വീഡിയോ കുറച്ച് വൈകി വന്ന വീഡിയോയാണ്. വയനാട്ടിൽ ഇത് എവിടെയാണെന്ന് മനസ്സിലായോ? ബ്ലോക്ക് കണ്ട് ചുരമാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. ഇതാണ് അമ്പലവയൽ. എല്ലാ വർഷവും ജനുവരി ആയാൽ ഇവിടെ അമ്പലവയലിൽ അതിങ്ങനെയാ. അങ്ങനെ വണ്ടിയൊക്കെ ഒത്തിരി ദൂരെ പാർക്ക് ചെയ്ത് നമ്മുടെ ലൊക്കേഷനിലേക്ക് നടന്നു. ഇതാണ് ഡെസ്റ്റിനേഷൻ. ഞങ്ങൾ വയനാട്ടുകാർക്ക് സ്വകാര്യ അഹങ്കാരമായ കേരളത്തിൽ ലാർജസ്റ്റ് ഫ്ലവർ ഷോ വയനാട് പൂപ്പൊലി. ജനുവരി ആദ്യത്തെ 2 ആഴ്ചകളിലാണ് വയനാട് പൂപ്പൊലി നടക്കുക. ഞങ്ങൾ വന്നത് വൈകുന്നേരമായതുകൊണ്ട് തന്നെ നല്ല തണുപ്പായിരുന്നു കേട്ടോ ഇവിടെ. പൂപ്പൊലിയുടെ ടിക്കറ്റ്സ് ഒക്കെ ഓൺലൈനായി ബുക്ക് ചെയ്ത് വന്നതുകൊണ്ട് എൻട്രി പ്രോസസ് ഒക്കെ ഭയങ്കര സ്മൂത്ത് ആയിരുന്നു. ഞങ്ങൾ ഈ ഇവന്റിനെ പൂപ്പൊലി എന്നൊക്കെ സ്നേഹത്തോടെ വിളിക്കുമെങ്കിലും ഇവന്റെ ഒഫീഷ്യൽ നെയിം വയനാട് ഇന്റർനാഷണൽ ഫ്ലവർ ഷോ ആൻഡ് അഗ്രി ഫെസ്റ്റ് എന്നാണ് കേട്ടോ. അമ്പലവയലുള്ള കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ റീജിയണൽ അഗ്രികൾച്ചറൽ റിസർച്ച് സ്റ്റേഷനാണ് ഈ ഈവന്റിന്റെ റെഗുലർ വെന്യൂ. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയും ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ഹോർട്ടിക്കൾച്ചറൽ സയൻസസുമാണ് ഇന്നത്തെ ഓർഗനൈസേഴ്സ്. 10 ഏക്കറിന് മേൽ സ്ഥലത്ത് നടക്കുന്ന ഈ പൂപ്പൊലി തുടങ്ങിയത് 2014 അവക്കാഡോ ഈ പ്രാവശ്യത്തെ ഒരു സ്പെഷ്യൽ അട്രാക്ഷൻ തന്നെയായിരുന്നു. ഇന്ത്യയുടെ ഫ്ലവർ ഷോ മാപ്പിൽ വയനാടും ഇടം പിടിച്ചിട്ടുണ്ടെങ്കിലും അഗ്രി ഏഷ്യയും ഇന്ത്യ അഗ്രി എക്സ്പോയും ഒക്കെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അഗ്രി എക്സ്പോകൾ. പക്ഷേ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഫ്ലവർ ഷോ വരുന്നത് നെതർലാൻഡ്സിലെ കൊഹൻ ഓഫ് ഫ്ലവർ ഷോ ആണ്. ഇതിൽ കൗതുകകരമായ കാര്യം എന്തെന്നാൽ ഇത് സെറ്റപ്പ് ചെയ്തത് പഴയ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ഈ മാനുകളെ കണ്ടാവും, ശരിക്കും ഒറിജിനൽ പോലെയില്ലേ? മാൻ മാത്രമല്ല, ഈ ബൈസൻസും പുലിയും ഒക്കെ ചെയ്തത് നമ്മുടെ അയ്യങ്കുല്ലൂർ ചേട്ടനാണ്. പൂപ്പൊലിയിൽ ഫ്ലവർ ഷോ മാത്രമല്ല, ഇവിടെ ഒത്തിരി ഫുഡ് സ്റ്റോൾസും കിഡ്സ് ആക്ടിവിറ്റി സെന്റേഴ്സും പ്രോഡക്റ്റ് സ്റ്റോൾസും ഒക്കെ ഉണ്ട്. അതിൽ നമ്മുടെ ഗവൺമെന്റ് സ്റ്റോൾസും പ്രൈവറ്റ് പർച്ചേസ് കൗണ്ടേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നടന്നു വരുമ്പോഴാണ് നമ്മുടെ വയനാട് വിഷന്റെ സ്റ്റോൾ കണ്ടത്. പണ്ട് ഞാനൊരു 4 വർഷം വർക്ക് ചെയ്ത പ്രസ്ഥാനമാണ്. അവരോട് പരിചയമൊക്കെ പുതുക്കി ഗെയിം ഏരിയയിൽ പോയി. ഇത് നല്ല ഫണ്ണായിരുന്നു. പിന്നെ ഈ റീൽസിലെ താരമായ ലബാനും കഴിച്ചു. എല്ലാവർക്കും നല്ല ഇഷ്ടമായി കേട്ടോ. ഇവിടെ ഫ്ലവേഴ്സ് മാത്രമല്ല, നല്ല കിടിലൻ ആക്ടിവിറ്റി ഏരിയയുമുണ്ട്. എക്സിറ്റിനോട് ചേർന്ന് തന്നെ ഗാനമേളയും ഉണ്ടായിരുന്നു കേട്ടോ. പൂപ്പൊലി അതൊരു കളർഫുൾ പരിപാടിയാണ്. വയനാട് പോകുവാണെങ്കിൽ അത് മിസ്സാകല്ലേ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ.